എന്ത് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്? ഒരു ആസ് യൂഷ്വൽ ഒരു വിജയ് പടത്തിന്റെ എല്ലാ എലിമെന്റും ഉണ്ടല്ലേ? എലമെന്റ്സ് ഉണ്ട്, പാട്ടുണ്ട്, കോമഡി ഉണ്ട്, വിജയുടെ കോമഡി ഇഷ്ടം പോലെ റെഫറൻസുകളുണ്ട്. ഗില്ലി റെഫറൻസ്, മങ്കാത്ത, പോക്കിരി, ലാസ്റ്റ് ഐ ആം വെയിറ്റിംഗ് ഉണ്ട്. ഐ ആം വെയിറ്റിംഗ് ഉണ്ട്, പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അത് അവസാനിപ്പിക്കുന്നത്. പിന്നെ ഇത് ഗോട്ടിന്റെ ട്രെയിലർ മീൻസ് ഗോട്ട് അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പും ഇല്ലാത്തൊരു വിജയ് പടമായിരുന്നു. യൂഷ്വലി സാധാരണ ഒരു നടൻ അയാളുടെ പീക്കിൽ നിന്നിട്ട് ഈ വെങ്കട് പ്രഭു വിജയ് മൂവി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ കിട്ടിയ ഒരു ഫസ്റ്റ് കിട്ടുന്ന ഒരു ഹൈപ്പിന് അനൗൺസ് ചെയ്തപ്പോൾ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ടൈറ്റിലേ പോയി, ടൈറ്റിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ ഫാൻസുകാർക്കിടയിൽ പോലും അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. പിന്നെ ഈ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ടിപ്പിക്കൽ ആക്ഷൻ സിനിമയുടെ ഒരു സ്വഭാവം പോലും ഉണ്ട്. കാരണം ഇയാളൊരു റോ ഏജന്റ് ആയിരുന്നിരിക്കാം, ഒരു വേറൊരു മിഷന് വേണ്ടി പിന്നീടൊരു സമയത്ത് വേറൊരു സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യാൻ ഇയാൾ വരുന്നതും വില്ലനെ കാണിക്കുന്നുണ്ടല്ലോ. വില്ലൻ ഈ വിജയുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആളായിരിക്കണം. വിജയുടെ എന്തെങ്കിലും ആക്ഷൻസ് മൂലം ഇയാൾക്കൊരു അത്യാഹിതം സംഭവിക്കുന്നതും പിന്നീട് ഇയാൾ റിവെഞ്ച് ചെയ്യാൻ വരുന്നതായിരിക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാസ്റ്റിൽ നിന്ന് വരുന്നൊരു വില്ലൻ ഈ ഇപ്പോൾ പ്രസന്റ് ടൈമിൽ, അതായത് പ്രായമായൊരു വിജയത്ത് പ്രതികാരം തീർക്കാൻ വരുന്ന ഫ്യൂച്ചറിൽ നിന്ന് അതിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന മറ്റേ വിജയ്, രണ്ട് വിജയനെ കളിക്കുന്നത്. ഇതില് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന യങ് വിജയാണല്ലോ. ഇവർ അവതരിപ്പിക്കുന്നത് തന്നെ ദളപതി വെർസി ഇളയ ദളപതി എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റർ തന്നെ റിലീസ് ചെയ്തത്. പക്ഷെ എനിക്കൊന്ന് ഡി ഏജിങ് എങ്ങനെയാണ് ജോലിന് തോന്നിയത്? എനിക്ക് ഈ പറഞ്ഞ പോലെ ആ സോങ്ങിൽ നമ്മൾ ഇച്ചിരി നേരത്തെ സ്പാർക്കിൽ നമ്മൾ കണ്ടിരുന്ന ഒരു ഡി ഏജിങ്ങിന്റെ കുറെ ഡിഫക്ട്സ് ഉണ്ടല്ലോ. അത് നല്ല രീതിയിൽ ട്രോൾ ചെയ്യപ്പെട്ടു. അമൽ ദേവിസ് എന്നൊക്കെ പറഞ്ഞ അതിന് നിന്ന് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് അല്ലാതെ പാളിച്ചകളുണ്ട്. പക്ഷേ ഇതിപ്പോ നമ്മൾ ആദ്യം വിചാരിച്ചത് ആ പാട്ടിലൊക്കെ വന്ന ഡി ഏജിങ് മാത്രമാണ് സിനിമയിലുള്ളത്. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ത്രൂ ഔട്ട് ക്യാരക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഡി ഏജിങ്ങിന്റെ തന്നെ ടീനേജും വരുന്നുണ്ട്, ഒരു ഏർലി ടീനേജ് വരുന്നുണ്ട്, ചെറിയൊരു ഗ്ലിംസ് അതിൽ വരുന്നുണ്ട്. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പറയാം, ആ ലിപ് മൂവ്മെന്റ് ഒന്നും കറക്റ്റ് അല്ല. അപ്പോൾ ഇത് ഇത്രയും ത്രൂ ഔട്ട് ആയിട്ടൊരു ക്യാരക്ടർ സിനിമയിൽ, ഡി ഏജിങ് ക്യാരക്ടർ സിനിമയിൽ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു ആസ്വാദനത്തെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ഈ കാണുന്ന മൊബൈൽ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് രാഹുൽ ഇതൊക്കെ നോട്ട് ചെയ്തത്. ഇത് നമ്മളൊരു വലിയ ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ, അതും ഈ പറഞ്ഞ പോലെ ഈ ചിത്രം ഐമാക്സിലൊക്കെ റിലീസ് ചെയ്യുന്നു, ഈ ഡിഫക്റ്റുകൾ നമുക്ക് കുറച്ചുകൂടെ തെളിഞ്ഞ് കാണാൻ പറ്റും. യൂഷ്വലി ഒരു ഹിറ്റ് ഡയറക്ടർ വിജയമായിട്ട് വരുമ്പോൾ അതൊരു വിജയ് സിനിമ മാത്രമായി മാറിപ്പോകുന്നു എന്നൊരു പരാതിയുണ്ട്. ഈ പറഞ്ഞ ലോകേഷ്, നെൽസൺ ഇപ്പോൾ ബീസ്റ്റ് ഒക്കെ വന്നപ്പോഴും പറ്റിപ്പോയതാണല്ലോ. ഒരു ടിപ്പിക്കൽ വിജയ് പടം മാത്രമായി പോകുന്നു. മാസ്റ്ററിനെ കുറിച്ച് ലോകേഷ് പറഞ്ഞ 50-50. അതെ, അവിടെ ഒരു സംവിധായകനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ എന്തോ ഒരു കുറവ് പേടി വരുന്നു. അതായത് ഈ പറയുന്ന പോലെ വിജയ് എന്ന് പറയുന്ന സ്റ്റാർ ഒരുപക്ഷെ തമിഴകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റാർ. ഇദ്ദേഹത്തിന് ഒരു ഹ്യൂജ് മാർക്കിന് തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലായാലും ആന്ധ്രയിലായാലും തെന്നിന്ത്യ മുഴുവൻ അദ്ദേഹത്തിന് മാർക്കറ്റ് ഉണ്ട്. ഈ വിജയ് ചിത്രങ്ങൾ കാണാൻ വരുമ്പോൾ പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നതിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ഇവര് ഡയറക്ടേഴ്സ് കൺസേൺഡ് ആയി പോകുന്നു. ഒരു പാട്ട് വേണം, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വേണം, ഒരു ഇൻട്രോ സോങ് വേണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ ട്രെയിലറിൽ ഏറ്റവും കൺവിൻസിങ് ആയതും സാറ്റിസ്ഫൈങ് ആകുന്ന ഒരു മൂമെന്റ് എന്ന് പറയുന്നത് ആ ട്രാൻസിഷനാണ്. ആ ടൈറ്റിൽ ചെറുപ്പം തൊട്ട് ഈ പറയുന്ന ബീസ്റ്റിലെ യൂസ് ചെയ്തിട്ടുണ്ട്, മെർസൽ, പോക്കറ്റ്, ഇതെല്ലാം കവർ ചെയ്തിരുന്ന ട്രാൻസിഷൻ അടിപൊളിയായിരുന്നു. ഇപ്പൊ ലിയോയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ദളപതി എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ള ദളപതിയുടെ ഒരു ടൈറ്റിൽ കാർഡ്സിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അത് ഒരുപാട് പേര് അത് അനുകരിക്കാനും പിന്നെ ശ്രമിക്കുന്നു പല ലാംഗ്വേജിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു അതിനെ ഇവർ വീണ്ടും വേറൊരു രീതിയിൽ അവതരിപ്പിക്കാനായിരിക്കും അതിന്റെ ഒരു ശ്രമം. എനിക്ക് തോന്നുന്നു അത് എന്ത് വന്നാലും ഈ സിനിമയിൽ ഈ പറഞ്ഞ ടൈറ്റിൽ കാർഡായിട്ടാണ് വരുന്നതെങ്കിൽ ഏറ്റവും കയ്യടി കിട്ടുന്ന ഒരു ഫാക്ടറായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യൻ സിനിമയിലേക്ക് വരുമ്പോൾ, അതായത് ഹോളിവുഡിലൊക്കെ വളരെ മനോഹരമായിട്ട് ജെമിനി മാൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗോട്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പടമാണ് ജെമിനി മാൻ. അതെ, ഗോട്ടുമായിട്ട് എല്ലാവരും ജെമിനി മാനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അല്ലെങ്കിൽ ലോഗൻ ആയിക്കോട്ടെ, ടെർമിനേറ്റർ ഒക്കെ ആയിക്കോട്ടെ, ഐറിഷ്മാൻ ആയിക്കോട്ടെ, ഈ പറയുന്ന പോലെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു വാവ് ഫാക്ടർ തരുന്ന പല ഡി ഏജിങ് ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് എല്ലാം എൻ്റെ ഒരു പാളിപ്പോകുന്നു. രാഹുലിന്റെ ഒരു തോന്നൽ എന്തായിരിക്കും? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു സമയക്കുറവ് മൂലം നമുക്ക് അതിലൊരു എന്താണ് പറയുന്ന ഒരു ഫിനിഷ് കിട്ടാത്തത് ആണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഓരോ വിജയ് പടം ഇറങ്ങുമ്പോഴും റിലീസ് ഡേറ്റ് അടക്കം ലോക്ക് ചെയ്തിട്ടാണ് ഇവർ ഷൂട്ട് പോലും തുടങ്ങുന്നത്. അപ്പോൾ ഈ റിലീസ് ഡേറ്റ് തന്നെ ഈ സിനിമ റിലീസ് ചെയ്യണം, അതിനെ ചുറ്റിപ്പറ്റി ഒരു മാർക്കറ്റ് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അല്ല, അത് ലാസ്റ്റ് മൂവി ലിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ലോകേഷന് പറയുകയും ചെയ്തിരുന്നു. കാരണം അതിന്റെ ലാസ്റ്റ് പോർഷനിലെ ആ VFX വർക്കുകൾ, ഇവർ ചേസിങ് സീനില്ലേ, അതിന് എൻ്റെ പാളിപ്പോയപ്പോൾ അതിനെ കുറിച്ച് ലോകേഷ് പറഞ്ഞിരുന്നു. ഈ ലോകേഷിനെ വിക്രത്തില് കമൽഹാസന്റെ ഒരു പോർഷൻ ഡി ഏജിങ്
യൂസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് സമയക്കുറവ് മൂലം പിന്നെ അത് ഉപേക്ഷിച്ചു. അത് മോശമായി അവതരിപ്പിക്കേണ്ട എന്നതിനേക്കാൾ അത് ഉപേക്ഷിച്ചു. പക്ഷെ ഇവിടെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ട്രെയിലർ കണ്ടിട്ട് ഈ പറയുന്ന ട്രെയിലർ കണ്ടിട്ട് അത് ശരിയല്ല. ബോട്ട് അനൗൺസ് ചെയ്ത മുതൽ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ ജെമിനി മാനുമായിട്ടുള്ള കണക്ഷനും. പക്ഷേ എനിക്ക് ട്രെയിലറിൽ ഒരു പോയിന്റിൽ പോലും സയൻസ് ഫിക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ പറയാൻ പറ്റില്ല നമുക്ക്. DAGing ഒക്കെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ചെയ്യുന്ന ഒരാൾ വരുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ എങ്കിൽ ഞാൻ ഇതിൽ ഇത്രയും ഈ പറയുന്ന പോലെ പാട്ടുകളൊക്കെ പാടുമ്പോഴും അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് വെങ്കട് പ്രഭു ആണ് ഡയറക്റ്റ്. അതെ, സ്റ്റിൽ അവിടെ ഒരു ഹോപ്പ് ഉണ്ട്. അദ്ദേഹം മാസ് ചെയ്തിട്ടുണ്ടാകാം എങ്കിൽ പോലും അദ്ദേഹം മങ്കാത്തയും മാനാട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ഏത് ജോണറിലേക്കും പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. പറഞ്ഞ പോലെ നമുക്ക് അദ്ദേഹത്തിന് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റില്ലായിരിക്കും. എന്നാൽ എന്തൊക്കെയുണ്ട് ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് അർപ്പിക്കണം. എന്തെങ്കിലും അദ്ദേഹം ചെയ്താലും സെപ്റ്റംബർ 5-ാം തീയതി നമുക്ക് കാണാം എങ്ങനെയാണ് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമ്മൾ പിക്ക് ചെയ്യും. ഫസ്റ്റ് ഡേയിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും വിജയ് തകർത്തിരിക്കും. ഈ സിനിമ തകർത്തിരിക്കും. ഈ വർഷം തമിഴ് സിനിമയ്ക്ക് വലിയ കളക്ഷൻസ് ഇല്ലല്ലോ, അതെല്ലാം ഈ സിനിമ പടത്തോടെ മാറും. നമുക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു 200 കോടി അദ്ദേഹം അതിൽ കുറഞ്ഞൊരു കളക്ഷൻ ഇല്ല വിജയ് സിനിമയ്ക്ക്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം സെപ്റ്റംബർ 5 വരെ.